ഷർട്ട് അഴിച്ച ഉടനെ അമ്മ അച്ഛൻ എന്തേ കാണിക്കണ എല്ലാവരും കാണുകയല്ലേ. സാധനം ഭംഗിയെ കാണാനൊക്കെ കൂട്ടാ, പക്ഷെ അന്നത്തെ പ്രണയം അതൊരു വേറെ ഫീല് തന്നെയാണ്. എഴുതിയിട്ടുണ്ടോ? നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ നോക്ക്. നിങ്ങൾ ഈ ആകാശവാണിയിലെ കണ്ടതും കേട്ടതും. ഒരാളോട് പ്രണയം തോന്നിക്കഴിഞ്ഞാല് ആസ്ക് ഫോർ എ ഡേറ്റ്. എന്റെ കൈയക്ഷ സീരിയല് നീ എഴുതിക്കോ, ഞാൻ പറഞ്ഞുതരാം. അവളോടെങ്കിലും മിണ്ടിയോണ്ടല്ല, എന്നോട് ഞാൻ മൈൻഡ് ഒന്നുമില്ല. നീയാ എന്നെ നോക്കി ചിരിച്ചു. നീ എന്തിനാണ് ചിരിക്കാൻ പോയി? ആ സമയത്ത് അശ്വൻ ചേട്ടൻ്റെ കരച്ചിൽ കണ്ടിട്ട് ഞാൻ ചിരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി വേറെ രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. എനിക്കൊരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു, 10 വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ബ്രൂണോ എന്നായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അത് നമ്മുടെ വിട്ടവിടെ പോയി. ഇത് കേട്ട ഉടനെ കുട്ടിക്കരയാന്ന് പറയില്ലേ, ഇന്നും എൻ്റെ കണ്ണിൽ നിൽക്കുന്ന ആളാണ് ബ്രൂണോ. പണ്ട് ഒരാണും പെണ്ണും കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ. പിന്നെ ഇപ്പം ഈ അടുത്ത് ബിഗ് ബോസിലും കൂടി പോയിട്ടുണ്ടായിരുന്നു. മോളൊക്കെ ഇടയ്ക്ക് അത് കണ്ടുകൊണ്ടിരിക്കാറൊക്കെ ഉണ്ട്. ആ ഷോ ആയിട്ട് ബന്ധമില്ലാത്ത ഒരാളെന്നുള്ള രീതിയിൽ ഞാനാണ് ആദ്യമായിട്ട് അതിൻ്റെ അകത്തേക്ക് കയറി. അത് ഞാൻ പറയാൻ പാടില്ലല്ലോ, വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. സപ്പോസ് ആ ഒരു ഷോ ആങ്കറിങ് ചെയ്യാനൊരു ചാൻസ് കിട്ടിയാൽ പോകും. അവർ പറഞ്ഞു അങ്ങനെ ചോദിക്കാൻ ഇല്ല, ലാലേട്ടന് ഞാനൊക്കെ നല്ല ബന്ധത്തിലാണ് വെറുതെ. അപ്പൊ എന്താ ഉള്ളതെന്ന് അപ്പൊ അറിയാൻ പറ്റും. തീരുമാനം അതാണ് ക്ലോസ് ദ ഡീൽ. വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെയുള്ള ഒരു ഗസ്റ്റ് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് വെൽക്കം ചെയ്യാൻ പോകുന്നത്. കാരണം ഇദ്ദേഹമായിട്ടുള്ള 2 ഇൻ്റർവ്യൂസ് എനിക്ക് ഓൾറെഡി മിസ്സായി ചില സാഹചര്യങ്ങളിൽ. ഇതെൻ്റെ 3ാമത്തെ ഇൻ്റർവ്യൂ ആണ്. 1 തുടങ്ങിയ 3 നാളല്ലോ. സോ ഞാൻ ഒരുപാട് സന്തോഷത്തോടെ പവി കെയർ ടേക്കർ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തം ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടനാണ്. സ്വാഗതം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഹാപ്പി? എങ്ങനെ ഇത്ര സ്പീഡിൽ സംസാരിക്കാൻ പറ്റുന്നത്? കുറച്ച് നാളെ ഞാൻ ആദ്യം മസ്താനിന്ന് പേര് കേട്ടപ്പോൾ വിചാരിച്ചത് നോർത്ത് ഇന്ത്യയിലുള്ള ആളാന്ന്. അത് എല്ലാരും പറയാറുണ്ട്, പക്ഷെ മലയാളിയോ ആണല്ലേ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യത്തെ 2 ഇന്റർവ്യൂസ് എനിക്ക് മിസ്സായതായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. എല്ലാം നല്ലതിന് അങ്ങനെ പേര്. അതെ, 1 തുടങ്ങി 3. അതെ അതെ. അപ്പോൾ സിനിമ ഇന്നലെ കണ്ടിരുന്നു, ഒരുപാട് ഇഷ്ടമായി. ഭയങ്കര ഒരു ഫീൽ ഗുഡ് മൂവി ആയിരുന്നു. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ട്വിസ്റ്റുകളുണ്ട്. ഞങ്ങൾക്കും കൺഫ്യൂഷൻ ആയിരുന്നു അത്, പക്ഷെ ഞാൻ ആദ്യം ഗസ് ചെയ്തു. പക്ഷെ എന്റെ സിസ്റ്റർ എനിക്ക് മനസ്സിലായിരുന്നു. ഓക്കെ, എന്തുകൊണ്ട് മനസ്സിലായി പറയണേ? ഇപ്പൊ സിനിമ കാണാത്ത ആൾക്കാർക്ക് വിളിക്കാൻ പാടില്ല. അതെ. പിന്നെ പക്ഷെ ഞാൻ ബ്രോയുടെ ഫാനായി. ബ്രോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ബ്രോ എന്ന് പേരിടാൻ കാരണം ഇയാളുടെ ഒരു പവിത്രന്റെ ഒരു കൂടപ്പറപ്പ് വേറെ ആരും ഇല്ലല്ലോ. ഒരു ഫ്രണ്ട്, നല്ലൊരു ഫ്രണ്ട് ഇല്ല, ഒരു സഹോദരൻ കൂടെ ഇല്ല. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ നോക്കുമ്പോൾ എല്ലാം കൊണ്ടും ഇയാൾ ഒറ്റയ്ക്കല്ല എന്ന് തോന്നുന്നത് ഈ നായ്ക്കുട്ടി ഉള്ളതുകൊണ്ടാണ്. അതാണ് അയാൾ അതിനെ ബ്രോ എന്നാണ് വിളിച്ചത്. സിനിമയ്ക്ക് അപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ 5-6 മാസം പ്രായമുള്ള ഒരു നായ്ക്കുട്ടിനെ വാങ്ങിച്ചിട്ട് അതിനെ ബ്രോ എന്ന് പേരിട്ട് വിളിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാണ് സിനിമയിൽ അഭിനയിപ്പിച്ചത്. ഫാമിലിയായിട്ട് മൂവി കണ്ടായിരുന്നോ? ഇല്ല, ഒരുമിച്ചല്ല കണ്ടത്. കാവ്യം 2ാമത്തെ ആളും ചെന്നൈയിലാണ് കണ്ടത്. നമ്മള് പിന്നെ ഇതിന്റെ കൂടെ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. മഹാലക്ഷ്മി എന്ത് പറഞ്ഞു? എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് ബ്രോയെ. അതെ അതെ, ബ്രോയെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ മരപ്പട്ടീനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കിഷ്ടമായത് അതല്ലേ, അതാണ് ചണ്ടില് അതൊരു ഡിഫറെന്റ് ഫീൽ ഉണ്ടാക്കിയതാ അവള് പറഞ്ഞതില്. തിയേറ്ററിൽ തന്നെ പെട്ടെന്ന് കുറച്ച് ഫാമിലീസൊക്കെ ഒരുമിച്ചാണ് കാവ്യ പോയത്. അവരൊക്കെ ഒറ്റ ചിരിയിരിച്ചു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിരിക്കുകയാണ് തിയേറ്റർ. അപ്പം ആ സമയത്ത് ഞാൻ അതിനകത്തൊരു ഷെട്ട് അഴിക്കുന്നു. വന്നിട്ട് ഈ ജോലി കഴിഞ്ഞ് വന്നു, ഇയാളുടെ ഒരു ലൈഫിൻ്റെ രീതികളൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. രാവിലെ വന്നു കഴിഞ്ഞാൽ ഇയാൾ എന്തൊക്കെ ചെയ്യുന്നു, വന്ന ഉടനെ ഇയാളെ കീ വെക്കുന്നു, അത് വരുന്നു, ഇയാൾ പിന്നെ ഷർട്ട് അഴിക്കുന്നു. ഷർട്ട് അഴിച്ച ഉടനെ അമ്മ അച്ഛൻ എന്തേ കാണിക്കണ എല്ലാവരും കാണുകയല്ലേ. ഷർട്ടൊക്കെ അഴിച്ച് തൂക്കിപ്പോയി എല്ലാവരും കൂടി ഒരൊറ്റ ചിരി എന്ന് പറയില്ലേ. പിന്നെ ഈ മരപ്പട്ടി വർക്കൗട്ട് ആവില്ലെന്ന് ആദ്യം ഞാൻ പരീക്ഷിച്ചത് മഹാലക്ഷ്മിയിലാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മരപ്പട്ടീനെ പതുക്കെ കുറച്ച് പോർഷൻ എടുത്തുകൊണ്ട് പോയിട്ട് പതുക്കെ കാണിച്ചു. ആളിങ്ങനെ എന്താച്ചാ മോള് ശ്രദ്ധിച്ചോ, ഇതിനകത്തൊരു സാധനമുണ്ട്. അപ്പൊ ഇവിളിങ്ങനെ നോക്കിയിരിക്കുമ്പോ പെട്ടെന്ന് മരപ്പട്ടി
അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് മരപ്പട്ടി. ആ പറഞ്ഞു പിന്നെ മരപ്പട്ടിയുടെ കുറേ പോഷൻ കണ്ടുപിടി സോ ക്യൂട്ട് അച്ഛാ എന്നൊക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ മരപ്പട്ടിയൊക്കെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇതായി പോകും. പിന്നെ പക്ഷെ ആ ഫ്രിഡ്ജിന്റെ ബാക്കിൽ ഇരുന്നിട്ട് ഇതിങ്ങനെ നോക്കുന്ന ഒരു സാധനമില്ലേ, പിന്നെ കത്തിയൊക്കെ എറിയുമ്പോൾ ഇങ്ങനെ ക്യൂട്ടായിട്ട് തോന്നി. അതെ 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 അതെ. അപ്പൊ ഇഷ്ടപ്പെട്ടു മഹാലക്ഷ്മിക്ക്, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവിടെ നിന്ന് എനിക്ക് തോന്നി ഇത് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും മരപ്പട്ടീനെ. മരപ്പട്ടിയുടെ പ്രവർത്തികളും അതുപോലെ തന്നെ ബ്രോയുടെ രീതികളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി. പെറ്റ്സ് ഉള്ള എല്ലാവർക്കും ഒരുപാട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും. എന്റെ വീട്ടില് 2 ഡോഗ്സ് ഉണ്ട്. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും. പക്ഷെ പിന്നെ ഇവിടെ പോയിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞ അപ്പൊ തൊട്ടടുത്തേക്ക് വരും. ഞാൻ ഇത് പ്രതീക്ഷിച്ചു, ഇത് പറയാൻ വേണ്ടി ഞാനത് പറഞ്ഞു. അങ്ങനെ അപ്പൊ എന്താന്ന് വെച്ചാ ദിലീപേടിന്റെ സിനിമകളിൽ മാത്രം CD മൂസയിലെ അർജുൻ ആണെങ്കിലും റിംഗ് മാസ്റ്ററിലെ ഡയാന, പിന്നെ ടോബിയില്ലേ റിംഗ് മാസ്റ്ററിലെ ആ ടോബിനെ കണ്ടിട്ടാണ് എന്റെ ടോബിക്ക് ഞാൻ ടോബിന്ന് പേരിട്ടത്. ശരി. അപ്പൊ ടോബി വീട്ടിലുണ്ട്. അല്ല ഷിറ്റ്സുവാ. അപ്പം ഇപ്പൊ ഇതില് ബ്രോ ആണെങ്കിലും ദിലീപേടിന്റെ സിനിമകളിലെ പട്ടികളിൽ മാത്രം നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നു. പക്ഷെ ഇതില് ബ്രോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പം ജനലിലൂടെ നോക്കുന്ന സീനും പിന്നെ ദിലീപേട്ടൻ പോകുമ്പോ കറക്റ്റ് ബിഹേവ് ചെയ്ത് പിന്നാലെ വരുന്നു. ഇതിനൊരു സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്തതാണ്. കുറെ സാധനങ്ങൾ നമുക്ക് ഒരു ദൈവാധീനം കൊണ്ട് കിട്ടുക എന്നൊക്കെ പറയില്ലേ. ഇപ്പം ഞാൻ വന്നിട്ട് ആ വീട്ടിൽ നൈറ്റിൽ വന്നു കഴിഞ്ഞിട്ട് ഗേറ്റ് മറ്റേ ഇവിടെ നോക്കുന്നുണ്ട്, ഒരാളെ കാണാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ തപ്പി നടക്കുന്നുണ്ട്. വേഗം ആ വൈറ്റ് ഷോട്ടിൽ ഇതും നടക്കുന്നുണ്ട്, പോയി അത് നോക്കുന്നുണ്ട്, ഇത് നോക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ദൈവാധീനത്തിൽ കിട്ടുന്ന കാര്യങ്ങളാന്ന് പറയില്ലേ. ആ സമയത്ത് കറക്റ്റായിട്ട് ബിഹേവ് ചെയ്യുന്നു, അത് നോക്കുന്നു, സംസാരിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരുപാട് സീക്വൻസുകൾ അങ്ങനെ ഒത്ത് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വലിയ ദൈവാധീനം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു പരിധി കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് ഇന്ന സമയത്ത് ഇവിടെ വരണം, ഇത് ചെയ്യണം, ഇങ്ങനെ ആക്കണം എന്നൊക്കെ അതൊക്കെ നമുക്ക് ജസ്റ്റ് അവിടെ കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ കാണിക്കാനേ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ആഗ്രഹിക്കണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ അതിനോട് നമുക്കറിയില്ല. പക്ഷെ അതിനനുസരിച്ച് അത് കറക്റ്റ് ബിഹേവ് ചെയ്യുമ്പോൾ നമുക്കപ്പം ഞാൻ പടം മൊത്തം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. എല്ലാരെക്കാൾ ബെസ്റ്റ് പെർഫോം ചെയ്തേക്കണം ബ്രോയാണ്. എല്ലാം അതിന്റെ നോട്ടവും അതും ഇതും ഒക്കെ. പിന്നെ ഇത് കറക്റ്റായിട്ട് ആ പോർഷനിൽ തന്നെ അത് കട്ട് ചെയ്ത് കറക്റ്റ് മാച്ച് ചെയ്തിട്ടുണ്ടല്ലോ. അത് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വീട്ടിലെങ്ങനെ പെറ്റ്സ് ഉണ്ടോ? ഇപ്പൊ മഹാലക്ഷ്മിക്കാണെങ്കിലും മീനുട്ടിക്കൊക്കെ ആണെങ്കിലും ഇഷ്ടമാണോ പെറ്റ്സിനൊക്കെ? പെറ്റ്സിനെ ഇഷ്ടമാണ്. പക്ഷെ വീട്ടിൽ പെറ്റ്സിന് നമ്മള് എനിക്കൊരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു, 10 വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ പേര് ബ്രൂണോ എന്നായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ ഇപ്പം അമ്മ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിലും അവൻ നോക്കിക്കോളും. അത്ര അതുപോലെ നമുക്കിപ്പോൾ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ബ്രൂണോ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവനറിയാം അത് പിന്നിലേക്ക് പൊക്കോ എന്ന് പറയാം. അതിനാണ് പറയുന്നതെന്നറിയാം. ഒരു വിളിയിൽ ഭയങ്കര ശരിക്കും പറഞ്ഞ ഒരു മനുഷ്യൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ പ്രവർത്തികളിൽ സെൻസ് ഉണ്ടായിരുന്ന ഒരു നായയായിരുന്നു അത്. ഭയങ്കര ലവബിളായിരുന്നു. അതൊരു ദിവസം രോമം കൊഴിയണമെന്ന് പറഞ്ഞിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുത്ത ഒരു ഡോക്ടർ വന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അത് നമ്മുടെ വിട്ടവിടെ പോയി. എൻ്റെ ലൈഫിൽ ഞാൻ പുറത്തായിരുന്നു. ഞാൻ അത് കഴിഞ്ഞപ്പോഴാണ് വന്നു കയറിയത്. അപ്പോഴാണ് അമ്മ ഇങ്ങനെ പറഞ്ഞ ഉടനെ നമ്മൾ സാധാരണ ഒന്ന് റിയലൈസ് ചെയ്ത് സമയമെടുത്ത് നമ്മൾ ഒരാളുടെ മരണവും കരുതി. ഇത് കേട്ട ഉടനെ കുട്ടിക്കരയാന്ന് പറയില്ലേ. അതിനുശേഷം പിന്നെ അങ്ങനെ വീട്ടിൽ വളർത്തിയിട്ടില്ല. ഇല്ല. അത് നമുക്ക് ശരിക്കും പെറ്റ്സിനെ വളർത്തുന്ന ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഭയങ്കര നമുക്ക് കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അംഗം നമ്മളെ വിട്ടുപോയില്ലേ പോയി. ഞാനത് അപ്പുറത്ത് കിടക്കുകയാണ് എന്ന് വെച്ചാൽ ഞാൻ കാണുന്നില്ല. കാരണം എനിക്കത് കാണാൻ പറ്റില്ല. അത്ര ഇതായിപ്പോയി. ഞാൻ പറഞ്ഞില്ല ഇത് പിന്നെ അതിനെ മറവ് ചെയ്യും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര സങ്കടകരം. ഇന്നും എൻ്റെ കണ്ണിൽ നിൽക്കുന്ന ആളാണ് ബ്രൂണോ. അതുകൊണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള നായ്ക്കുട്ടികളെ കാണുമ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ നായ്ക്കുട്ടികളോട് അഭിനയിച്ച ഒരാളാണ് അല്ലേ. അപ്പം അതുകൊണ്ട് ഇതുങ്ങളോട് പേടിയൊന്നുമല്ല. നമുക്ക് ഉള്ള ഇപ്പം ഭക്ഷണം കൊടുക്കുകയാണെങ്കിലും ഒക്കെ ഇപ്പം ഈ ബ്രോയിനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 5-6 മാസത്തിന് സമയത്ത് ഞാൻ പറഞ്ഞില്ലേ വാങ്ങിച്ചു. ആദ്യം അവനിലേക്ക് എത്തിയത് എൻ്റെ മണമാണ്. ഒരു ഷർട്ടിൽ ഒരു ദിവസം ഫുൾ ഞാൻ ഷർട്ട് ഇട്ടിട്ട് നടന്നിട്ട് ആ ഷർട്ടാണ് അവൻ ആദ്യം എത്തുന്നത്. അതിന് ശേഷമാണ് അവൻ എന്നിലേക്ക് വരുന്നത്. പിന്നെ ലൊക്കേഷനിൽ വെച്ചിട്ട് പിന്നെ അതിനെ കൊണ്ടു കിടങ്ങുമ്പോൾ അങ്ങനെയുള്ളൊരു ഭയങ്കര അപ്പോൾ നമുക്ക് ഇടപഴകുക എന്ന് പറയുന്ന സാധനം. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടം. നമുക്ക് ദൈവാധീനപരമായിട്ട്
കുറേ ഷോട്ടുകൾ അല്ലാണ്ടും കിട്ടിയിട്ടുണ്ട്. അതൊക്കെ സിനിമയ്ക്ക് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്. അതെ അതെ, നമുക്കത് കാണുമ്പോഴും മനസ്സിലാവും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ്ലി ഒരു ഫീൽ ഗുഡ് മൂവി വിത്ത് കുറച്ച് ട്വിസ്റ്റുകളായിരുന്നു. ഇപ്പം കിച്ചണിൽ ഇപ്പം മരപ്പെട്ടിയുടെ സീൻസ് ആണെങ്കിലും എനിക്ക് സത്യം പറഞ്ഞാൽ ആ സീൻ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് പറക്കുന്നളികയിലെ അതൊരു കിച്ചണിൽ തന്നെയായിരുന്നല്ലോ കൂടുതലും ഈ പൊടി മേലേക്ക് വീഴുന്നതും. അതെ അതെ, ആ ഒരു മെമ്മറീസ് എന്തെങ്കിലും ഫീൽ ചെയ്ത് ഈ സെയിം ഇത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് ഒരു ഫൈറ്റ് ആണ്. അത് രണ്ട് പേര് ഫൈറ്റ് അതിന്റെ ഇടയിൽ അതിനകത്തൊരു ടോം ആൻഡ് ജെറിയുടെ സ്വഭാവം ഉണ്ട്. അതെ, ഇതിലുണ്ട്. പക്ഷെ ഇത് വേറെ വേർഷനിലാന്നുള്ളതാണ്. കാരണം ഇതിനകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു മൃഗാണ്. അതാണെങ്കിൽ നമ്മൾക്ക് കേട്ടുകേൾവിയാണ് കൂടുതൽ ആൾക്കാർക്കും. ഇതിനെ റിയൽ ആയിട്ട് കണ്ടിട്ടില്ല. ഇല്ല, ഇപ്പം ഞാനും ഇതിനെ റിയൽ ആയിട്ട് കണ്ടിരുന്നില്ല. പക്ഷെ ഈ പെർട്ടിക്കുലർ സിനിമ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ രീതികൾ എന്തായിരിക്കും, ഇതെങ്ങനെ ഓടും, ഇതെങ്ങനെ ഇരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഗൂഗിളിൽ അടിച്ച് നോക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കുമ്പോഴാണ് യാദർശികമായിട്ട് ഇത് നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. റിയൽ ആദ്യം ഇതിൻ്റെ ഒരു പിക്ചർ അവിടെ നിന്ന് കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ടിരിക്കുന്ന സമയത്താണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഡ്രൈവറുടെ റൂമിൽ കയറി എന്നും പറഞ്ഞ് വേഗം ഡ്രൈവർ അതിൻ്റെ ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നു. പിന്നെ അത് കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് കറക്റ്റ് സ്ഥലത്ത് മരപ്പട്ടി ഉണ്ടായി. ആ മരപ്പട്ടീനെ ഓടിച്ചിട്ടും അത് വന്ന് നമ്മുടെ മുമ്പിൽ ഇത് ഓടുന്നതും ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിട്ടുകയെന്ന് പറയില്ലേ. പിന്നെ അതിനെ കൂട്ടിൽ പിടിക്കുകയൊക്കെ ചെയ്ത് അതൊക്കെ നമ്മളിപ്പോൾ ഇതിനെ കണ്ടു നമ്മൾ എൻ്റെ രീതികളൊക്കെ. അത് കറക്റ്റായിട്ട് പിന്നെ അത് വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ രസകരമായിട്ട് അത് വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ, എനിക്ക് തോന്നുന്നു ആ സീൻ കണ്ടപ്പോഴായിരുന്നു ഞാനും ആദ്യം ഞാൻ എന്തെങ്കിലും ഒരു അമളി അല്ലെങ്കിൽ അബദ്ധമാണ് ആ മേലെ കയറി നോക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഫേസ് കണ്ടപ്പോൾ നമ്മൾ ഇതാണല്ലേ മരപ്പട്ടി, ഇത്ര ക്യൂട്ടായിരുന്നു. നമ്മൾ ആൾക്കാരെ മരപ്പട്ടിനെ കുറിച്ച് കളിയാക്കിയില്ല. ഇത്ര ഭംഗിയുള്ള ഒരു സാധനം ഭംഗി കാണാനൊക്കെ കൂട്ടാ, പക്ഷെ ഓക്കെ ഫൈൻ. ഇപ്പം ഈ സിനിമയുടെ ഒരു സ്വഭാവം എന്ന് പറയുമ്പോൾ കുറിപ്പുകൾ ഇതിൽ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. അപ്പം നമ്മൾ ഈ ഒരു സെയിം സ്വഭാവം ഇപ്പോൾ ബോഡി ഗാർഡിലെ സിനിമയിലും ഇപ്പം കാണുന്നില്ലല്ലോ നമ്മൾ. ആ ഒരു അത് പ്രേക്ഷകന് അറിയാലോ. ഹീറോ അറിയുന്നില്ല ആരാണ് അയാളെ വട്ട് കളിപ്പിക്കുന്നത്. ഇല്ല, ഇത് ഹീറോയ്ക്കും അറിയൂല, ആർക്കും അറിയില്ല എന്ന് പറയണതാണ് ഇതിൻ്റെ ഒരു. ഞാൻ ഈ കഥ കേട്ടപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നിയതും ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്ന ആരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ഈ ഫിലിമിൻ്റെ സൗണ്ട് എഞ്ചിനീയർ ഉണ്ട് അജിത്ത് എന്ന് പറഞ്ഞിട്ട്. നമ്മളപ്പോൾ ക്ലൈമാക്സിൻ്റെ ഒരു പോർഷൻ വരെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം അത് കഴിയുമ്പോൾ പുള്ളിക്ക് ഇങ്ങനെ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷനില്ലേ. അപ്പോൾ ആ സസ്പെൻസ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഭയങ്കര രസകരമായ. പിന്നെ എല്ലാവരും ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ എല്ലാവരും പവിത്രൻ്റെ ലവിൻ്റെ കൂടെ അങ്ങോട്ട് കയറി. പണ്ടാണല്ലോ നമുക്ക് ഈ ലവ് ലെറ്ററും കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഒരു ലവ് ലെറ്റർ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു കുറിപ്പിലൂടെ ഒരു പ്രണയം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് കുറെ കാലത്തിന് ശേഷമാണ് ഇതിൻ്റെ ഒരു പുതുമ അല്ലേ, രസകരമായ ഒരു മൂഡിലൂടെ അത് പോകുന്നത്. അങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ അങ്ങനെ കുറിപ്പുകളൊക്കെ എഴുതിയിട്ടുണ്ടോ? എനിക്കങ്ങനെ കിട്ടിയിട്ടില്ല. എഴുതിയിട്ടുണ്ടോ? ഇല്ല, കുറിപ്പ് എഴുതേണ്ടിയൊന്നും വന്നിട്ടില്ല. പക്ഷെ അതിന്റെ ഫീലൊക്കെ എനിക്കറിയാം. പിന്നെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മളൊരു പ്രണയം അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പണിയാണ്. അതിന്റെ ഇടയിൽ ഒരു മെയിൻ മാറ്ററാണ് ലവ് ലെറ്റർ. ഇതിൽ പല സ്ഥലത്തും ഈ ലവ് ലെറ്റർ ചിലപ്പോൾ സ്കൂളിലും എല്ലാവർക്കും എഴുതി അത് പിടിക്കപ്പെടാം, അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാവാം. ഇനി അതല്ല, ചിലർക്ക് എൻ്റെ കൈയക്ഷരം ശരിയല്ല, നീ എഴുതിക്കോ, ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ വേറൊരുത്തൻ കൂത്തിയിരുന്നതൊക്കെ എഴുതി കറക്റ്റ് ചെയ്ത് ഒക്കെ വെച്ച് കഴിയുമ്പോഴാണ് ഇത് എങ്ങനെയെങ്കിലും കറങ്ങി സാറ് പിടിക്കുമോ. അപ്പോഴാണ് പറയണത് അത് ഇന്നവൻ എഴുതിയതാന്ന് പറയും. എന്നിട്ട് അവന് തല്ല് ഒക്കെ അവന്. എന്നിട്ട് പിന്നെ കുറെ കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ പ്രേമിച്ചവൻ കാണുന്നത് അന്ന് തല്ലുകൊണ്ട കത്തെഴുതിയവനും ആ കുട്ടിയും തമ്മിൽ പ്രണയിച്ച പോലാണ്. ഇതൊക്കെ ഒരുപാട് രീതിയിൽ തമാശകൾ ഇഷ്ടമായി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നത്തെ പ്രണയം അതൊരു വേറെ ഫീല് തന്നെയാണ്. പക്ഷെ അത് ഇപ്പോഴത്തെ ഒരു ക്യാൻവാസിലേക്ക് അത് പകർത്തിയപ്പോൾ അതെല്ലാവരും അത് ഒരേ ഇതിലത് ഫോളോ ചെയ്തു ഉൾക്കൊണ്ടു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ ഇപ്പം ട്രെയിലറിലാണെങ്കിലും പറയുന്നൊരു മെയിൻ സാധനമുണ്ട്, മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരു കൂട്ടുകാരി ഇല്ലാത്തതാണ് പവിയുടെ പ്രശ്നം എന്ന്. റിയൽ ലൈഫിൽ അങ്ങനെ കൂട്ടുകാരികളുണ്ടോ? ഉണ്ട്, എനിക്ക് ഒരുപാട് കൂട്ടുകാരികളുണ്ട്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തും സംസാരിക്കാൻ, നമുക്ക് തുറന്ന് സംസാരിക്കാവുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട്. അതിപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇതിനകത്ത് വെച്ചാൽ നമ്മൾ ആൺകുട്ടികളും പെൺകുട്ടികളും മേടാ വാടാ പോടാ ആ ഒരു ഭയങ്കര
ഇല്ലേ അളിയാന്ന് വിളിക്കുന്നുണ്ട്, നമ്മൾ തന്നെ നമ്മളെ കൂട്ടുകാരിനെ അളിയാ നീ അത് പറയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതികളുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോഴത്തെ ഒരു രീതിയിൽ പോകുന്നതാണ്. പണ്ട് നമ്മൾ ഇപ്പം ഞാൻ സ്കൂളിൽ കോളേജിൽ പഠിച്ചിരുന്ന സമയത്തൊന്നും ആൺകുട്ടികളും പെൺകുട്ടികളും അങ്ങനെ സംസാരിക്കുക ഇല്ലായിരുന്നു. അപൂർവമാണ്. ഞാൻ മിക്സഡ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്, പക്ഷെ ഞങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളും സംസാരിക്കൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് അവിടെ ഒരു കുട്ടിയോടൊക്കെ ഒരു നമുക്ക് തോന്നില്ല ഒരു ക്രഷ് അല്ലെങ്കിൽ ഫസ്റ്റ് ലവ് എന്നൊക്കെ പറയില്ല. അപ്പോൾ ഈ കുട്ടി ഞങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമൊക്കെയാണ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി ഫ്രഞ്ചോ അങ്ങനെ എന്തൊക്കെ എടുത്തേക്കണേ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ കൂട്ടത്തിലുള്ള രണ്ടവന്മാർ പോകുന്നുണ്ട്. അവളോടെങ്ങനെ മിണ്ടിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ടൊക്കെയാണ് ഇവന്മാരെ വിടരാൻ. അവന്മാരെ ക്ലാസ് കഴിയുമ്പോൾ വരുമ്പോൾ എന്താടാ എല്ലാം പറഞ്ഞോ അതെ അല്ലേ പറയാ അവളെ എന്തിങ്ങനെ. അപ്പം നമ്മൾ ഭയങ്കര സ്നേഹത്തിലൊക്കെ അറിയാതിരിക്കണേ അവിടെ നിന്ന് എന്നോട് സംസാരിച്ചില്ലേ മറ്റും പറയാ ഇല്ല എന്നോട് ഞാൻ മൈൻഡ് ഒന്നുമില്ല. നീയാ എന്നെ നോക്കി ചിരിച്ചു ഒറ്റ നീന്തിനാണ് ചിരിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ചൂടാവുക എന്നൊക്കെ പറയുന്ന ഭയങ്കര പൊസസീവ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആ കാലത്തെ രസകരമായ അനുഭവങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പക്ഷെ നോക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളും കോളേജും എല്ലാവരും തോളത്ത് കൈയിട്ട് ഭയങ്കര വേറെ രീതിക്കാണ് മൊത്തം അല്ലേ. അതിൽ ശരിക്കൊരു ഡിവൈൻ റിലേഷൻ തന്നെയാണ് കൂടുതലും കാണുന്നത്. പണ്ട് ഒരാണും പെണ്ണും കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ ഒരു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ ആംഗിളാണ്. ഇപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല, കുറച്ചുകൂടി ഫ്രീ ആയിട്ടുണ്ട്. ചിലർ പറയും ഞങ്ങൾ ഫ്രണ്ട്സാണ്, ഞങ്ങൾ വി ആർ ഇൻ ലവ് എന്ന് പറയണതാവാം, ഷീസ് എൻഗേജ്ഡ് എന്നൊക്കെ പറയണ അല്ല പല പല ആംഗിളുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലർക്ക് നമുക്ക് തോന്നും പ്രണയം വന്നു, പക്ഷെ അവരുടെ ഉള്ളിൽ പ്രണയം ഉണ്ടാവും, ഭയങ്കര തിക് ഫ്രണ്ട്സ് ആയിരിക്കും. ഇപ്പൊ അത് പറയുമ്പോഴാണ് നമ്മൾ ഇതിൽ തന്നെ വേറൊരു സാധനം പറയുന്നുണ്ടോ, ഒരാളോട് പ്രണയം തോന്നിക്കഴിഞ്ഞാൽ ആസ്ക് ഫോർ എ ഡേറ്റ്, പ്രപ്പോസ്, ക്ലോസ് ദ ഡീൽ. അത് ഈ ഒരു ന്യൂ ജനറേഷന് അത് തന്നെയാണല്ലോ പറയുന്നത്. അത് പറയുന്നത് ന്യൂ ജനറേഷൻ തന്നെയാണല്ലോ. മറ്റേ പുള്ളി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറയുന്നത് ഇപ്പൊ ഒരു യൂത്തിന്റെ ഇതിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് അത് പറയുന്നത്. അത് ശരിക്കും അങ്ങനെ ഈസിയാണോ? പ്രപ്പോസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ആ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാണ്ടാവും ചിലപ്പോ. ചിലത് അങ്ങനെ സംഭവിക്കും. അപ്പൊ എന്താ ഉള്ളതെന്ന് അപ്പൊ അറിയാൻ പറ്റും. തീരുമാനം അതാണ് ക്ലോസ് ദ ഡീൽ. ഇത് നടക്കൂല്ലെന്ന് അപ്പൊ തന്നെ ക്ലോസ് ചെയ്യല്ല. അതെ, പിന്നെ ടൈം കളയണ്ടല്ലോ. പിന്നെ കളഞ്ഞ് വെറുതെ ഇതും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഇല്ല, പ്രപ്പോസ് ചെയ്യുമ്പോ ഇതിന് യെസ് ഓർ നോ അറിയാൻ പറ്റും. അതെ അതെ അല്ലേ? നല്ലൊരു ഐഡിയ ആണ്. പിന്നെ അതാണ് ന്യൂ ജനറേഷന്റെ ഐഡിയ പറഞ്ഞു തന്നത്. അപ്പൊ അതാണ് ചില ആൾക്കാർ പറഞ്ഞു ഇത് ന്യൂ ജനറേഷൻ പറ്റൂല, യൂത്തിന് പറ്റൂല ഈ സിനിമ. അതായത് യൂത്ത് പറയുന്ന ആളുകൾക്ക് എന്താ പ്രണയില്ലേ, അല്ലെ അവർക്ക് പ്രണയം മനസ്സിലാവില്ലേ, അവർ മരപ്പട്ടീനെ കണ്ടാ മനസ്സിലാവില്ലേ, അവർക്ക് തമാശ ചിരിക്കാൻ പറ്റൂലേ. ഇപ്പൊ നമ്മൾ പറയും ഫാമിലിനെ കളിക്കാൻ കൊള്ളൂല കേട്ടാ, ഫാമിലിക്ക് പറ്റിയതല്ല ഇത്. പക്ഷെ യൂത്തിന് പറ്റിയതല്ല എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അതെന്താ അത് എന്നുള്ള രീതിയിലുള്ള സംസാരം വേണ്ട. കാരണം കുഞ്ഞു കുട്ടികൾ മുതൽ ഈ സിനിമയ്ക്ക് വേണ്ടി വരുമ്പോൾ കുഞ്ഞുങ്ങൾ വലുതായുള്ള യൂത്തും അത് കഴിഞ്ഞിട്ടാണ് മിഡിൽ ഏജും ഏജും ഒക്കെ പോകുന്നത് അല്ലേ. അപ്പം നമ്മുടെ ഒരു ആംഗിളിൽ എല്ലാ തരക്കാർക്കും പറ്റുന്ന ഒരു നേരം പോക്ക്. പക്ഷെ അതിൽ കുറച്ച് സരസതയും കാര്യങ്ങളിലൂടെ ഒന്ന് കണ്ണൊക്കെ നനയിപ്പിച്ച് ശരിക്കും പറഞ്ഞ ബന്ധങ്ങളുടെ കഥ പറച്ചിലാണ് അല്ലേ. നമ്മുടെ പെറ്റ്സിനോടെല്ലാം എല്ലാം ഫ്രണ്ട്ഷിപ്പാണ്, എല്ലാം ആ രീതിക്കാണ് പോകുന്നത്. ഇപ്പം ഈ ഫിലിം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഇപ്പം നമ്മൾ തിയേറ്റർ റിവ്യൂസ് ആണെങ്കിലും സിനിമയുടെ റിവ്യൂ പറയുന്ന ആൾക്കാരാണെങ്കിലും കമന്റ്സിലൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടൊരു സാധനം ദിലീപേട്ടന് തിരിച്ചു കിട്ടി, ഞങ്ങളുടെ പഴയ ദിലീപേട്ടൻ തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞു. ശരിക്കും ദിലീപേട്ടൻ തിരിച്ചു കിട്ടാൻ വേണ്ടി എവിടെയെങ്കിലും പോയിരുന്നത്? പക്ഷെ ആൾക്കാര് ഇങ്ങനത്തെ ഞാൻ ചെയ്യുന്ന വേഷങ്ങളുടെ എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ചിരിച്ച് കളിച്ച് കാണാനാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നതോ ഒന്നും അവർക്ക് ഇഷ്ടമല്ല. വയലൻസ് ഇഷ്ടമല്ല. കാരണം അവര് ഏറ്റവും കൂടുതൽ വയലൻസ് നമ്മളിപ്പോ വളരെ പരമശത്ത് മറ്റേ റൺവേലി ചെയ്തിട്ടുണ്ട്, തോക്കെടുത്ത് വെടിവെക്കുന്നത് പല പല സിനിമകളിൽ ചെയ്തിട്ടുണ്ട്, കുത്തുന്നത് എല്ലാം പല സിനിമകളിൽ ചെയ്തിട്ടുണ്ട്, ലയണിലുണ്ട്, CD മൂസയിലുണ്ട്, പലതിലുണ്ട്. പക്ഷെ അതിനൊക്കെ ബേസ് എപ്പോഴും നർമ്മം എന്ന് പറയുന്ന ഒരു എലിമെന്റ് ഉണ്ടായി. അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാൻ ആർക്കും ഇഷ്ടമല്ല. അത് നമ്മൾക്ക് മനസ്സിലാവുന്നത്, എല്ലാവരും സംസാരിക്കുന്നത് ആ രീതിയിലാണ്. പിന്നെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറുക്കുള്ള ആൾക്കാർ പറഞ്ഞു ഈ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തില്ല ഇതിനകത്ത് ചില. ഞാൻ പറഞ്ഞു ഇയാൾ അപ്ഡേറ്റ് ചെയ്യാത്ത ഒരാളാണ്, പവിത്രൻ അപ്ഡേറ്റഡ് അല്ല. അതുകൊണ്ടാണ് മറ്റേ ക്യാരക്ടർ പറയണേ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ നോക്ക്, നിങ്ങൾ ഈ ആകാശവാണിയിലെ കണ്ടതും കേട്ടതും അയാൾ അതാണ്. പിന്നീട് അയാൾക്ക് പ്രണയം സംഭവിക്കുന്നതാണ് അയാൾ പതുക്കെ വന്നിട്ട് പ്രണയഗാനങ്ങളൊക്കെ കേട്ടിട്ട് സ്വപ്നം കാണാൻ തുടങ്ങുന്നു എന്ന് പറയുന്നൊരു രീതി ഉണ്ടല്ലോ.
എന്തിനെ എതിർത്തു അയാൾ ആ സ്ഥലത്ത് പോയിട്ട് ഇയാൾ പിന്നെ കാണണം മറ്റാളുടെ കൂടെ, അതിന് തിയേറ്ററിൽ ചിരിക്കുക, മറ്റാളുടെ കൂടെ ഇരിക്കുക പ്രണയം കേട്ട്. അതെ, അതാണ് ഏതൊരു മനുഷ്യനും. പ്രണയത്തിന് പ്രായമില്ല, ആർക്ക് എപ്പോൾ വേണേലും എന്തും സംഭവിക്കാം, ആർക്ക് ആരോടും പ്രണയം ഉണ്ടാവാം. അവിടെ ഏജ് ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു വിഷയമൊന്നുമില്ല. പ്രണയം എപ്പോൾ സംഭവിക്കണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് കുറച്ച് മെച്യൂർഡായ ഒരാൾക്ക് അയാളുടെ ലൈഫിൽ ഒരു പ്രണയം സംഭവിച്ചു, അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ല, അതിൻ്റെ കുശുമ്പ് അസൂയൊക്കെ അയാളുടെ ജീവിതത്തിലുണ്ട്. അതാണ് ഒറ്റപ്പെടൽ. അതാണ് ഒരു ആണും പെണ്ണും കൂടി ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴേക്കും അയാൾ ഇങ്ങനെ നോക്കലും, എന്തിനാണ് പങ്കെടു പോണത്, ഇവരെന്തിനാണ് ആ റൂമിൽ അവിടെ പോണത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളാണ്. ഇന്നിപ്പോൾ പലപ്പോഴും നമ്മുടെ ഇടയിൽ ഇപ്പോഴത്തെ ഒരു ഇതിനിട്ട് ആരെങ്കിലും ഇതൊക്കെ മൈൻഡ് ചെയ്യുന്നുണ്ട്? അത് ശ്രദ്ധിക്കുന്നില്ല. അവിടെ പോയി അവരാ എന്ന് പറയുന്ന ഒരു ആംഗിളാണ്. ഇപ്പം നമ്മളിപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ, ഇങ്ങനെയുള്ളൊരു ദിലീപ് എന്ന നടനെയാണ് പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടം എന്ന്. അതിലിപ്പോൾ ഇപ്പം ഞാനാണെങ്കിലും കണ്ടു വളർന്ന ഒരു പിടി ചിത്രങ്ങളുണ്ട്. അപ്പം ഫുഡ് കഴിക്കുമ്പോൾ പോലും നമ്മൾ ദിലീപ്സ് കോമഡി സീൻസ് എന്ന് പറഞ്ഞ്, ഇപ്പം TV ഇല്ലാത്ത സാഹചര്യങ്ങൾ തള്ളുന്നല്ല, ശരിക്കും ഓക്കെ, വെൽക്കം. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ ദിലീപേട്ടൻ്റെ കോമഡികൾ നമ്മൾക്ക് അത്രയും ഒരു വേറെ തന്നെ ഒരു ഹാപ്പിനെസ് തരുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് സിനിമകളിൽ നമ്മൾ ഒരുപാട് സീൻസിൽ ചിരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം സോഷ്യൽ മീഡിയ ഇങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുമ്പം ഈ കുത്തിപ്പൊക്കലുകളുണ്ടല്ലോ, അപ്പോൾ ചില സീൻസിൽ ഇങ്ങനെ ദിലീപേട്ടൻ ചിരി സഹിക്കാൻ പറ്റാതെ ആക്ട് ചെയ്യുന്നതും, ഇപ്പോൾ സലീമേട്ടൻ്റെയൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് കോമഡി സീൻസ് ഒരുപാട് എൻജോയ് ചെയ്ത ഒരാളാണ്. എന്നാലും പെട്ടെന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു സീൻ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പറയും? കുറേ ഉണ്ട്. ഇപ്പം ഞാൻ ചിരിച്ചു പോയിരിക്കുന്ന സീക്വൻസ് എന്ന് വെച്ചപ്പോൾ പഞ്ചാബ്, ഞാൻ വേറെ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പഞ്ചാബ് കേസിൽ അശോകൻ ചേട്ടൻ വെള്ളം ഒടിച്ചിട്ട് മരാന്നൊക്കെ പറഞ്ഞിട്ട് ഇതാവണില്ലേ, ഞാൻ സംസാരിക്കണ്ടല്ലോ അറിയാണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇയാൾ നോക്കിയിട്ട് മിലിറ്ററിയാണ് ഇത്, ആ ഒരു ഇതിലാണല്ലോ പുള്ളിക്കണേ. ആ സമയത്ത് അശോകൻ ചേട്ടൻ്റെ കരച്ചിൽ കണ്ടിട്ട് ഞാൻ ചിരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി വേറെ രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. കാരണം ബെസ്റ്റ് പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ചിരി കാരണം നശിച്ചു പോയത്, ഇനി റീടേക്ക് വരുമെന്ന് വെച്ചിട്ടാണ് ഞാനത് അങ്ങനെ മാനേജ് ചെയ്ത് വിട്ടേക്കണേ. അത് എനിക്കവിടെ മേരി കൊണ്ടുവരുന്നാട്ടിൽ ഞാനും ബിജുവും തമ്മിലുള്ള സീക്വൻസിൽ ഞാനും ചിരിച്ചിട്ടുണ്ട്, ബിജുവും ചിരിക്കുന്നുണ്ട്. വളരെ ഇത് നോക്കിയിട്ട് പറയുന്ന കുറേ സാധനങ്ങൾക്കൊക്കെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ഇടും. അവൻ ആ ഔട്ട് പോണ വഴിക്ക് മാറിയെന്ന് ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ഫ്രെയിമിൽ നിൽക്കുക, എനിക്ക് കാണാമെന്ന് ചിരിക്കണേ. അപ്പം അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ നമുക്ക് ചിരിച്ചിട്ടുണ്ട്. പ്രേക്ഷകരുടെ ഒരു കോൺസെപ്റ്റിനും കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പണ്ട് ഒരു സീൻ കണ്ട് ചിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഇപ്പോൾ ആ ഒരു ഫീൽഡിൽ ചിരിക്കുന്ന പ്രേക്ഷകർ ആയിട്ടുണ്ടാവില്ല. ലൈക്ക് ഡിഫറൻസസ് ഉണ്ടാവും. ദിലീപേട്ടന് അങ്ങനെ തോന്നിയിട്ടുണ്ട്? കാരണം നമുക്ക് ഒരാളെ ചിരിപ്പിക്കാൻ ഭയങ്കര പാടാണ് ശരിക്കും പറഞ്ഞാൽ. അല്ല, ഇപ്പം എനിക്ക് തോന്നിയത് ഇപ്പം കൊച്ചു കാര്യം പോലെ ചിരിക്കാൻ. എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം പുതിയ തലമുറക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് കൊച്ചു കാര്യം മതി ചിരിക്കാൻ. എനിക്കങ്ങനെ തോന്നിയത്. പക്ഷെ ഞാൻ ആ ഭാഗത്തൊക്കെ വരുമ്പോൾ ആ ചിരി പോരാ, അതാണ് നമ്മുടെ ടെൻഷൻ. നമ്മൾ അതിനു മുമ്പ് ചെയ്ത സിനിമകൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സിനിമ കാണാൻ വരുമ്പോൾ ഓവർ എക്സ്പെക്റ്റേഷനിലാണ് വന്നിരിക്കണം. നന്നായിട്ട് ഒരുപാട് ചിരിക്കും. അപ്പം ഈ ലൈസൻസ് നമുക്ക് പണ്ട് കിട്ടിയിരുന്നു. ഞാൻ കയറി വരുന്ന സമയത്ത് തുടക്കകാലത്ത് നമ്മൾ കൊച്ചു തമാശകൾ ചെയ്താൽ അതിന് വേറൊരു അളവ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർ ഒരുപാട് തരത്തിലുള്ള രീതിയിൽ നമ്മൾ ചിരിപ്പിച്ചൊന്ന് ഇതിൻ്റെ മേളിൽ എന്തെന്ന് പറഞ്ഞാണ് നമുക്ക് കിട്ടുന്ന ടെൻഷൻ. ഇപ്പം എൻ്റെ അടുത്ത് കഥ പറയാൻ വരുന്നവർ, എന്നെ വെച്ച് സിനിമ ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ ടെൻഷൻ അതാണ്. നമ്മളും പറയണത് നിങ്ങൾ ഇപ്പോഴത്തെ രീതിക്കുള്ള സാധനം കൊണ്ട് വാ. ഇപ്പം നമ്മൾ കൂടുതൽ സിനിമ പഠിക്കുന്നേക്കാൾ നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കണം ഓരോ ദിവസവും. നമുക്ക് വേണ്ടി സിനിമ എഴുതുകയും സംവിധാനം ചെയ്യുന്ന ആൾക്കാർ എന്നെക്കാൾ കൂടുതൽ പഠിക്കേണ്ട അവസ്ഥയിലാണ്. എനിക്കത് എളുപ്പമാണ്. അവർ എന്നെക്കാൾ കൂടുതൽ പഠിക്കണം. കാരണം എനിക്ക് അവരെന്ത് പറയണത് ചെയ്താൽ മതി. അപ്പം ആ ഒരു സാധനം ഇപ്പം ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. ഞാനും ഓരോ കഥ കേൾക്കുമ്പോൾ പ്രാർത്ഥന, ദൈവമേ ഇവർക്ക് നന്നായിട്ട് പറയാൻ പറ്റണേ, നല്ല കണ്ടന്റ് ഉണ്ടാവണേ ഇതിനകത്ത് എന്നുള്ള രീതിയിൽ ഞാനും ഇരിക്കണേ. ചിലത് നമുക്ക് കിട്ടും, ചിലത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട് ഇതാവും. അതെ, പണ്ട് നമുക്ക് ചില കാര്യങ്ങളിൽ ചിലപ്പോൾ ഒരു 40% ഒക്കെ ഉണ്ടാവുള്ളൂ കഥയുടെ. അത് നമുക്ക് കറക്റ്റ് ചെയ്തെടുത്ത് 100% ആക്കാന്ന് പറയും. പക്ഷെ ആ ചാൻസ്
ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അത് എനിക്ക് തോന്നുന്നത് അത് ഇനി വർക്കൗട്ട് ആവാൻ തോന്നുന്നില്ല. ഇല്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നലെ ഇലക്ഷൻ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ, റിലീസായ ഡേ. പക്ഷേ അതിൻ്റെ എനിക്ക് രാവിലത്തെ ടിക്കറ്റ് കിട്ടിയില്ലായിരുന്നു. സംഭവം ഞാൻ ഉച്ചയാകുമ്പോഴാണ് അറിയുന്നത് ഇന്ന് ഇൻ്റർവ്യൂ ഉണ്ടെന്ന്. പക്ഷെ ഞങ്ങൾ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്യുമല്ലോ. ഈ വെള്ളിയാഴ്ചകൾ എന്ന് പറഞ്ഞാൽ സിനിമകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ദിവസം കൂടിയാണല്ലോ. അപ്പം ഇലക്ഷൻ കാരണം പക്ഷെ ടിക്കറ്റ് കിട്ടില്ല. ആൾക്കാർ അതും ഇതും ഒരേപോലെ ആഗ്രഹിച്ച് തിയേറ്ററിലേക്ക് ഓടിക്കയറണം. എന്നിട്ട് എനിക്ക് നൈറ്റ് ഷോയാ കിട്ടി. ഓ അതെയാ? അല്ല, നമുക്കത് പല സ്ഥലത്തും നമുക്ക് നോൺ ഷോയ്ക്ക് തന്നെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞത് നമ്മൾ അന്നത്തെ ദിവസം ഇലക്ഷനാണ്. അപ്പം അതുകൊണ്ട് ഭാഗ്യത്തിനൊരു ഒഴിവ് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു നൈറ്റ് ഷോ ഒക്കെ നോക്കിയാൽ മതി, കാരണം എല്ലാവരും തിരക്കിലാണ്. അതുകൊണ്ട് നമ്മൾ മോർണിംഗ് ഷോ ഒന്നും റിലീസ് ചെയ്തില്ലല്ലോ. ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടല്ലേ സാധാരണ നോൺ ഷോ തുടങ്ങിയിട്ടാണ് നമ്മൾ പടം റിലീസ് ചെയ്തത്. മറ്റെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഏർലി മോർണിംഗ് ഒക്കെ തുടങ്ങുന്ന പരിപാടികൾ, ഫാൻ ഷോ 9 മണിക്ക് അങ്ങനെ 7 മണിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങും. നമ്മൾ പറഞ്ഞില്ല 12 മണി കഴിഞ്ഞിട്ട് നമുക്ക് മതി, കാരണം ആൾക്കാരൊക്കെ വേറെ തിരക്കിലാണ്, എല്ലാവരും വോട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ കഴിഞ്ഞ് അവർ റിലാക്സ് ആയിട്ട് എന്നൊരു ഫിലിമിന് പോകാമെന്ന് തോന്നുമ്പോൾ എന്നുള്ള. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് ഷോ തുടങ്ങിയപ്പോൾ തന്നെ തുടങ്ങിയ എല്ലാ തിയേറ്റേഴ്സും ഭയങ്കരമായിട്ട് സജീവമാവുക, ഫുള്ളാവുക എന്ന് പറഞ്ഞ വാർത്തകൾ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇന്നലെ ഫിലിം റിലീസായ ഡേ തന്നെ വോട്ട് ചെയ്യാൻ പോയിരുന്നു? ഞാൻ പോയി. ഞാൻ ആദ്യം വോട്ട് ചെയ്യാൻ പോയി, എന്നിട്ടാ സിനിമ കാണാൻ പോയത്. എന്നിട്ടാണ് ഞാൻ സിനിമയുടെ കാര്യങ്ങൾ അന്വേഷിക്കാനിരുന്നത്. എനിക്ക് തോന്നുന്നു ഈ 2024 മലയാള സിനിമയ്ക്ക് ഭയങ്കര ഒരു ഭാഗ്യവർഷമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. 24th ഇറങ്ങിയ എല്ലാ സിനിമകളും ദൈവം അനുഗ്രഹിച്ച് നല്ല ഇതാണ്. അതിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തിയേറ്റേഴ്സിൻ്റെ ഭാഗത്തു കൂടി ഉള്ളത് കൊണ്ട് നമ്മളെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമാണ്. കാരണം ഏത് സിനിമ ഇട്ടായാലും അതിൻ്റെ ഒരു അംശം നമ്മളിലേക്കും വരുമല്ലോ. അതേപോലെ തന്നെ മിക്ക സിനിമകളിലും പഴയ സോങ്ങുകളുടെ ഒരു പൊടി തട്ടിയെടുക്കലും അതൊരു ഓർമ്മ പുതുക്കലും ഉണ്ട്. ഇപ്പം റിലീസായ എല്ലാ സിനിമകളും നോക്കുമ്പോഴും അതേപോലെ തന്നെ ഇതിലും ഒരു പാട്ടുണ്ട്, മോഹം കൊണ്ട് ഞാൻ. ആ ഒരു ഐഡിയ എങ്ങനെയായിരുന്നു? അതൊക്കെ അവരുടെ തന്നെയാണ്, വിനീതും രാജേഷൊക്കെ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ അത് കേൾക്കുമ്പോൾ നമ്മളൊട്ടും പ്രതീക്ഷിക്കുന്നില്ല. വിനീത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നല്ല മ്യൂസിക് സെൻസ് ഉള്ള ഒരാളാണ്, നല്ല ഡാൻസറാണ്, ആക്ടറാണ്, ഒരുപാട് ഘടകങ്ങളുള്ള ഒരാളാണ്. പുള്ളി സംവിധാനം ചെയ്യുന്ന അത് കഴിഞ്ഞ 2 സിനിമയും ഡിഫറെൻറ്റ് സിനിമകളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു വ്യക്തമായ കാഴ്ചപ്പാട് ഈ സിനിമയെക്കുറിച്ച് വിനീതിനുണ്ട്. അപ്പോൾ ആ ഏരിയ ഒക്കെ അതൊക്കെ വിനീത് കറക്റ്റായിട്ട് അതെല്ലാം ഹാൻഡിൽ ചെയ്തു. പിന്നെ പക്ഷേ അതേപോലെ തന്നെ ഇതിലെ പാട്ടുകളും എനിക്ക് ലാസ്റ്റ് മറ്റേ ലവ് സോങ് ആയിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതിലെ കളറിംഗ് ഒക്കെ അത് പക്ഷേ മ്യൂസിക് റിലീസ് ആയിട്ടില്ല തോന്നുന്നു. ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാനൊന്നും കിട്ടുന്നില്ല ആ പാട്ട്. അയ്യോ, ആ പാട്ട് ഉടനെ തരാം. ഞങ്ങള് ഫാൻസിന് എണ്ണില കണ്ണി അത് സിനിമ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്തും ആ പാട്ടായിരുന്നു നമ്മുടെ മനസ്സിൽ. എല്ലാ സോങ് അടിപൊളിയാണ്, പക്ഷെ എനിക്ക് ഫേവറേറ്റ് ആ സോങ് ആയിരുന്നു. പക്ഷെ അത് ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. അതിപ്പോൾ അടുത്ത് നമ്മൾ റെഡിയാക്കി തരാം. കുറച്ച് അവിടെ ഇവിടെ ഇമോഷണൽ രംഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഒരു പെറ്റ് ലവർ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് ആ ഒരു പെർട്ടിക്കുലർ സീനായിരുന്നു. തമ്മിലുള്ള ഒരു റിലേഷനിൽ എനിക്ക് അഭിനയിക്കുന്ന സമയത്ത് ഫീൽ ചെയ്താണ്, ഡബ് ചെയ്യുന്ന സമയത്തും ഫീൽ ചെയ്യാണ്. ഈ സീൻ എപ്പോൾ കണ്ടാലും എൻ്റെ കണ്ണ് നിറയും. അതെ, നമ്മളാണ് അഭിനയിച്ചെങ്കിലും ഇവർ തമ്മിലൊരു ബോണ്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ നോട്ടവും ഒക്കെ കാണുമ്പോൾ അയ്യോടാ അച്ചോടാ പാവം തോന്നുന്നു. ഇപ്പൊ ആക്ച്വലി ബ്രോ എവിടെ ഉണ്ട്? ബ്രോ ഇപ്പോൾ അതിൻ്റെ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ കൂട്ടത്തിൽ ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ കംഫർട്ടായിട്ട് അവർ നന്നായി അവനെ നോക്കുന്നുണ്ട്. അപ്പോൾ അവൻ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവനെ വിളിക്കാം, അവനെ കാണാം. അല്ലാണ്ട് കാരണം വെച്ചാൽ ഈ പണ്ടത്തെ പോലെയല്ല. ഇപ്പം പണ്ട് ഇപ്പോൾ ഒരു കൂട്ടിലങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ പിന്നെ നായായിട്ടൊരു ഇതുമില്ല, അതിനിടയ്ക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ. ഒരു കൊച്ചു കുട്ടീനെ നോക്കണമല്ലേ നമുക്ക് ഇത് ഇങ്ങനെ പെറ്റ്സുകളെ നോക്കാന്ന് പറയുന്നത്. ഭയങ്കര റെസ്പോൺസിബിലിറ്റി. നമുക്ക് ഒരു സ്ഥലത്തേക്ക് നീങ്ങണമെങ്കിൽ, കാരണം ഇതിനെ നമ്മുടെ ചിന്തയും എല്ലാം അതായിരിക്കും. അയ്യോ അവനിപ്പോൾ എന്ത് ചെയ്യായിരിക്കും, അവനെന്തെങ്കിലും കൊടുക്കണ്ടേ, കൊടുത്തു ഇയാൾ കൊടുത്തിട്ടുണ്ടാവോ, ഏൽപ്പിച്ചാൾ കൊടുത്തു, ഇതിങ്ങനെ മനസ്സിൽ കിടക്കും. തല്ലൂന്നൊക്കെ തോന്നും. നമ്മളറിയില്ലല്ലോ, മറ്റേ ബഹളുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു അടിയോ കൊടുക്കണ്ടോ ഇല്ലെന്ന് അറിയില്ല. അപ്പൊ പക്ഷെ ഇവര് അത് നന്നായി നോക്കും. പിന്നെ ഇപ്പം ഈ അടുത്ത് ബിഗ് ബോസിലും കൂടി പോയിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിൽ പോയി ഇടയ്ക്ക് കാണാറുണ്ട് വീഡിയോസ് ഒക്കെ ചെറുതായിട്ട്. ഇപ്പൊ ഇത് നടക്കുന്ന ടൈം കിട്ടുമ്പോ പിന്നെ കുറെ വിശേഷങ്ങളൊക്കെ ഇപ്പൊ മോളൊക്കെ ഇടയ്ക്ക് അത് കണ്ടുകൊണ്ടിരിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ട്. പിന്നെ ഞാനിപ്പോ ഇതിൽ പോണൂന്ന് പറഞ്ഞ ശേഷം ഞാൻ മൊത്തം ഇരുന്നൊന്ന് ലൈവും അതെല്ലാം ഇരുന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്തു. ഓരോരുത്തർ എന്തൊക്കെയാന്ന് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ പോയത്. ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ഷോ ആണല്ലോ ഇപ്പൊ.
എനിക്കാണോ ഓൾ ഇന്ത്യ ഇതിനകത്ത് നിൽക്കുന്നത് ബിഗ് ബോസ് ആണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗിൽ നിൽക്കുന്നത്. അതെ, അത് കറക്റ്റാ. അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സിനിമയുടെ ഓഡിയൻസ് ഇരിക്കുന്നത് അതിന്റെ മുമ്പിലാണ്. അപ്പൊ അതുകൊണ്ട് കറക്റ്റായിട്ട് അതിലൂടെ പോയിട്ട് കാര്യമൊക്കെ പറഞ്ഞിട്ട് പോകും. ഓക്കെ. അപ്പൊ അവരെ സംബന്ധിച്ചിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 10, 47, 48 ദിവസം, എനിക്ക് 50 ദിവസത്തിനോട് അടുക്കുന്നു. അവര് പുറത്തുനിന്ന് ഒരാളെ കണ്ടിട്ടേ ഇല്ല. അവര് ആ ഷോ ആയിട്ട് ബന്ധമില്ലാത്ത ഒരാളെന്നുള്ള രീതിയിൽ ഞാനാണ് ആദ്യമായിട്ട് അതിന്റെ അകത്തേക്ക് കയറി ഈ സീസണിൽ. അതെ. എങ്ങനെയുണ്ടായിരുന്നു റെസ്പോൺസ്? അങ്ങനെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരെങ്കിലും ഉണ്ടോ? അത് ഞാൻ പറയാൻ പാടില്ലല്ലോ, വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കല്ലേ. ഓ, അത് അല്ലെങ്കിൽ മറ്റേ പ്രൊമോഷൻ എന്ന് പറയും. അപ്പൊ അത് നമ്മൾ പറയാൻ പാടില്ല. പക്ഷെ ഉണ്ടാവാം. ഡിപ്ലോമാറ്റിക്. അല്ല, അതല്ല, അവരെല്ലാവരും എന്നെ ഒരേപോലെ സ്നേഹിക്കുന്നത്. അപ്പൊ ആ സ്നേഹം ഞാൻ തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അവിടെ വേർതിരിവില്ല. ഇല്ല. ഓക്കെ. എന്നാലും മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ വേറെ എക്സ്പീരിയൻസ് അല്ലേ, വേറെ ആൾക്കാരുടെ കൂട്ടത്തിൽ പോയിട്ട് അവർക്ക് ഒരു ബന്ധമില്ലാത്ത സ്ഥലത്ത് പക്ഷെ അവരെല്ലാവരും നന്നായിട്ട് ബിഹേവ് ചെയ്തതും എനിക്ക് തോന്നുന്നത് ഞാൻ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു അടിബഹളം ഭയങ്കര നിന്ന് അടിക്കുന്ന പറഞ്ഞ ഒരു സ്ഥലത്ത് നിൽക്കുക, ഒരു ഭക്ഷണത്തിന്റെ വിഷയം നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഞാൻ ചെല്ലട. അപ്പൊ ഞാൻ പറയുകയും ചെയ്തു അവരോടത്. അത് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട പോലെ അവർ ഷോക്കി. അതാണ് അവരത് ചെയ്യുമ്പോഴും ബിഗ് ബോസ് എന്ന് പറയുന്ന ആ പവറിനെ അവർ കറക്റ്റായിട്ട് ഒബേ ചെയ്യുന്നതും. അതെന്താ, ബിഗ് ബോസ് ഒരു വേർഡ് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ അവർ വർത്താനമില്ലല്ലോ. പെട്ടെന്ന് അവർ മറന്നു ഇത് മറന്നു വിട്ടു, അതിൻ്റെ കൂടെ വേറെ ആംഗിളായില്ലേ. അപ്പം ഞാൻ അത്രയും ബഹളം നടക്കുന്ന സമയത്തല്ല ഞാൻ ചെന്നപ്പോൾ അവരെല്ലാം ഒറ്റക്കെട്ടായിട്ടല്ലേ എന്നിട്ട് അവരുടെ ജോലി പിന്നെ അവർ ജേർണലിസ്റ്റുകളാണ്. ആ ഒരു ആംഗിളിലാണ് അവർ വളരെ കറക്റ്റായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. അപ്പോൾ ബ്രില്യൻ ഗെയിമേഴ്സാണ് അവർ, പ്ലേയേഴ്സാണ് അവർ ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ സപ്പോസ് ആ ഒരു ഷോ ആങ്കറിങ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയാൽ പോവും, ചെയ്യൂ? അതിനും ഇപ്പം അവരെ വഴക്ക് പറയണം. ലാലേട്ടന് ഞാനൊക്കെ നല്ല ബന്ധത്തിലാണ്, വെറുതെ അതിനല്ല ഒരു ചാൻസ്. അവർ പറഞ്ഞോ അങ്ങനെ ചോദിക്കാൻ? ഇവരാണോ? അല്ല, അവര് നിങ്ങളെ ഏൽപ്പിച്ചോ? ഇല്ല, അവരേൽപ്പിച്ചില്ല. ഓക്കെ, ഫൈൻ. ഇപ്പോൾ ദിലീപേട്ടൻ ഒരു ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത് കുറെ സെറ്റ് ഓഫ് ക്ലീഷേ ചോദ്യങ്ങൾ ചോദിക്കപ്പെടും ആങ്കേഴ്സിന്റെ അടുത്തുനിന്ന്. ഇല്ല, അതില്ല. ഇപ്പോൾ കണ്ടിന്യൂസ് ഏത് ഇന്റർവ്യൂവിന് പോയാലും കുറച്ച് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനത്തെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ദിലീപേട്ടൻ ശരിക്കും ഉള്ളിൽ എന്തായിരിക്കും തോന്നുന്നത്? ഇല്ല, എനിക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ അത് വേണ്ട, അത് വിട്ടേക്ക് എന്ന് പറയും, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും പവി കെയർടേക്കർ വളരെ സക്സസ്ഫുൾ ആയിട്ട് തിയേറ്റേഴ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ദിവസങ്ങൾ അത് ഓടട്ടെ. ആൻഡ് ഒരുപാട് സന്തോഷം. മിസ് ചെയ്ത ആ ഒരു ചാൻസ് എനിക്ക് ഇന്ന് ഫുൾഫിൽ ചെയ്യാൻ സാധിച്ചു. സോ തുടർന്നും ഉണ്ടാവട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ശരി, ഓക്കെ. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ് അങ്ങോട്ടും. സിനിമയെ സ്നേഹിച്ചതിന്, അതുപോലെ സിനിമ കണ്ടിട്ട് സംസാരിക്കുമ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ടാവും. കാരണം വെച്ചാൽ മറ്റൊക്കെ നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യണ പോലെ വെച്ച് കീറുകയാണ്, ചിലപ്പോൾ നമ്മൾ തള്ളിമറിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിപ്പോൾ എന്ന് വെച്ചാൽ റിയലായിട്ടുള്ള അതിൻ്റെ എന്താണ് അതിൻ്റെ ഫീല്, നിങ്ങൾക്കത് ശരിക്കും അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ എനിക്കത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലേ സത്യസന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാന്നുള്ള ഫീലില്ലേ. അപ്പോൾ എനിക്ക് ചോദ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലായി, അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത സിനിമ. വലിയ സന്തോഷം. അല്ലെങ്കിൽ ദിലീപേട്ടൻ്റെ സിനിമകൾ ഞങ്ങൾക്ക് എപ്പോഴും ഹാപ്പിനെസ് ആണ്. താങ്ക് യു. പക്ഷെ ഞാൻ ബ്രോഡ് ഫാനാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഇനിയും ഇതുപോലെ ഇരിക്കാൻ സാധിക്കട്ടെ. താങ്ക് യു. താങ്ക്സ് ബ്രോ.